കൃത്യമായി ഇവർക്ക് ഒരു ബസ് സർവീസ് ഇവിടെ നിർത്തലാക്കി. ഇതിനു മുൻപ് ബസ് സർവീസ് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ താൽക്കാലികമായി നിർത്തലാക്കിയ ഒരു അവസ്ഥയാണ്. അതും വലിയ രീതിയിലാണ് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നത്. അങ്ങനെ യാതൊരു വിധത്തിലും വികസനമൊന്നും ലഭിക്കാത്തൊരവസ്ഥയിലേക്ക് തുതിയൂർ നിവാസികൾ എത്തി നിൽക്കുകയാണ്. ചേട്ടാ, ഇവിടെ ബസ് സർവീസുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് എണ്ണം കുറഞ്ഞു. എന്താണ് അങ്ങനെ ഒരു സർവീസ്? നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് 4:15 സ്റ്റാർട്ട് ചെയ്യുന്ന ബസ് സർവീസ് ഉണ്ടായതായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞ് അത് വന്ന് ഇപ്പോ 6:30 ഫസ്റ്റ് ബസ് ഉള്ളത്. അത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നൊരു അത് തുടങ്ങിയ ഒരു 6:15, പിന്നൊരു 7, 7:30, 8:30, 9, 10 മണിയാകുമ്പോഴത്തേക്ക് ബസ് സർവീസ് കഴിഞ്ഞ്, ഇവിടുത്തെ ബസ് സർവീസ് കഴിഞ്ഞ്. പിന്നെ ഉള്ളത് നമുക്ക് വൈകിട്ട് ഒരു 3 ബസ് കഴിഞ്ഞ് അതും കഴിഞ്ഞ് ഒരു 7:15 ബസ് തീർന്നു. ഈ ബസ് സർവീസിന്റെ കാര്യം ഇതിനു മുമ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു? ഇത് അറിയിച്ചിട്ടുണ്ട്, ഗ്രാമസഭ കൂടുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അല്ലാണ്ട് നമ്മ ഒപ്പുശേഖരണം കൊടുത്തിട്ടുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ നാട്ടുകാരും 1-2 പേരും നിന്ന് ഇതിന്റെ അകത്ത് സംസാരിച്ചിട്ടോ കാര്യങ്ങളില്ല. അധികാരികൾ ഇതിന്റെ അകത്ത് മുൻകൈ എടുത്ത് ഒരു അധികാരി നമ്മ എന്തെങ്കിലും ഒരു പരിപാടി അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും വിളിച്ചുകൂടി ഒരാള് പോലും വരയില്ല, കാര്യങ്ങളുമില്ല. അപ്പൊ ഒന്നില്ലെന്നുണ്ടെങ്കിൽ അധികാരികളെ നമ്മൾ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് മുന്നിൽ നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അധികാരികൾ നേരെ അത് കണക്ട് ചെയ്യണം. പക്ഷെ അത് അവര് ചെയ്യാറില്ലത്. ചെയ്യാന്നല്ലാണ്ട് ചെയ്യണില്ലത്. നിങ്ങളുടെ പ്രശ്നം കേൾക്കാൻ ആരും ഇങ്ങോട്ട് വരുന്നില്ല. ഒരു മറുപടി നമുക്ക് നഗരസഭയുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല. എന്നാൽ നമ്മൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, അത് എന്താന്ന് പോലും നഗരസഭ അന്വേഷിക്കുകയോ അല്ലെങ്കിൽ വാർഡ് കൌൺസിൽ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ ഒരു അവഗണന നിരന്തരം ഉണ്ടാകുന്നതെന്നാണ് നിങ്ങൾ കരുതുന്നത്? അത് നമുക്കിപ്പോഴും മനസ്സിലാവാത്ത അത് തന്നെയാണ്. വർഷങ്ങളായിട്ട് ഇത് തന്നെയാണ്. എല്ലാ വാർഡ് സഭയിലും നമ്മൾ പറയും നമുക്ക് കുടിവെള്ളം വേണം, ഒരു പരാതിയാണ്, വരുന്ന ആൾക്കാർ പറയുന്ന ഒരു പരാതിയാണ്. അപ്പൊ ശരി, ആക്കി തരാന്ന് പറയും. പക്ഷെ അടുത്ത വാർഡ് സഭ ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് വന്നാലും നമ്മളുടെ ആവശ്യം വെക്കുമ്പോഴും പിന്നീട് അവർ ചെയ്യാന്ന് പറയും. എന്നാൽ ചെയ്യില്ല എന്ന് പറയില്ല, ചെയ്യാന്ന് പറഞ്ഞാലും ഒരു കാര്യവും ചെയ്തു തരില്ല. അതാണ് എല്ലാ ജനങ്ങളെയും അവഗണിക്കുന്ന രീതിയിലാണ്. ഇവിടെയാണെങ്കിൽ വീടില്ലാത്ത കുറെ ആളുകളൊക്കെ ഉള്ളതാണ്. നമുക്ക് കറക്റ്റായിട്ട് ഒരു അംഗനവാടി പോലും ഇവിടെ ഇല്ല. വാടക കെട്ടിടത്തിലാണ് അംഗൻവാടി. അതാണെങ്കിൽ കുട്ടികൾക്ക് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യമില്ലാത്തൊരു ബാത്റൂം, ടോയ്ലറ്റ് ഒന്നും ഇല്ലാത്തൊരു അംഗൻവാടിയിലായിരുന്നു, ഒരു വാടക കെട്ടിടത്തിലായിരുന്നു ഇത്ര നാൾ അംഗൻവാടി ഉണ്ടായിരുന്നത്. അതിപ്പോ കുറച്ചും കൂടി സൗകര്യമുള്ള ഒരു കെട്ടിടത്തിൽ വാടക കെട്ടിടത്തിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ അംഗൻവാടി ഇല്ലാത്തൊരു പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ നവകേരള സദസ്സിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് ഒരു ലെറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതിന് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് നമ്മൾ സർവേ നമ്പർ അടക്കമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇതിൽ നിന്ന് നമുക്ക് റിപ്ലൈ വന്നിട്ടുണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് അംഗൻവാടി പണിയാൻ നിങ്ങൾക്ക് ഇതാക്കി തരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ നഗരസഭയായിട്ട് സംസാരിച്ചപ്പോൾ സ്ഥലം വില്ലേജ് ഓഫീസർ വന്ന് സാക്ഷ്യപ്പെടുത്തി തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്കി തരാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. അത് നമ്മൾ കൗൺസിലറോട് ചോദിക്കുമ്പോൾ കൗൺസിലർ കളക്ടറോട് സംസാരിച്ചു എന്നാ പറയണത്. പക്ഷെ അത് ഏതാന്ന് ഒന്നും പറയുന്നില്ല. എന്താ സംസാരിച്ചെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമെന്ന് പറയുന്നല്ലാണ്ട് ഒന്നും പരിഹരിക്കുന്നില്ല. അതെ, അത് തന്നെയാണ് എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എല്ലാവരുടെയും ഭാഗത്ത് നിന്നിട്ട് അത് തന്നെയാണ്. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് നേരിട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും ചാകാൻ പറ്റില്ലല്ലോ, നമുക്കും ഈ നാട്ടിൽ ജീവിച്ചാലല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ജീവിച്ചു പോകുന്നു. തുതിയൂറുകാരുടെ ഈ ഒരു പ്രദേശവാസികൾക്ക് ഈ ബസ് സർവീസിന്റെ ഒരു അവഗണനയുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വാട്ടർ മെട്രോ സർവീസ്. ഇവിടെ ഒരു ജെട്ടി ഉള്ളതാണ്, പക്ഷെ ഇപ്പോഴും സർവീസ് ഇതിലേ കൂടി നടക്കുന്നുണ്ട്. നമുക്ക് കാണാം, വാട്ടർ മെട്രോ ഇതിൽ കൂടി സർവീസ് നടക്കുന്നുണ്ട്. പക്ഷെ ഈ തുതിയൂർ ഈ ഒരു ജെട്ടിയിൽ കൂടി ഒരു സ്റ്റോപ്പ് അനുവദിച്ചാൽ അത് വലിയ ഉപകാരമാകുന്ന അല്ലെങ്കിൽ വലിയ സഹായമാകുന്ന നിരവധി ആളുകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും സൗകര്യമുള്ള ഒരു ജെട്ടി ഉണ്ടെങ്കിൽ പോലും അവർക്ക് അത് കൃത്യമായി ഇവിടെ ഒരു സ്റ്റോപ്പ് അനുവദിക്കാത്തത് വലിയൊരു പ്രശ്നമായി അല്ലെങ്കിൽ വലിയൊരു വിഷമമായി തന്നെയാണ് ഈ നാട്ടുകാർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. ചേട്ടാ, ഇതിവിടെ ഒരു ജെട്ടിയുണ്ട്, വളരെ സൗകര്യപ്രദമായിട്ട് ആളുകൾക്ക് വരുന്നതിനും പോകുന്നതിനും ഒക്കെ വലിയ ഒരു സൗകര്യമുണ്ട്. പക്ഷേ ഈ എന്തുകൊണ്ടാണ് ഇവിടെ വാട്ടർ മെട്രോ അനുവദിക്കാത്തതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇവിടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് സാധാരണ ബോട്ടിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്, വൈറ്റില ടു കാക്കനാട് ടു വൈറ്റില. അത് ആ കോവിഡിന്റെ സമയത്താണ് ഇത് സ്റ്റോപ്പായി പോയത്. അതിനുശേഷം ഈ സാധാരണ ആ ബോട്ട് സർവീസ് നിർത്തിവെക്കുകയുണ്ടായി. പല ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഞങ്ങൾ CPM അടക്കമുള്ള എല്ലാവരും പരാതി കൊടുത്തെങ്കിലും അതിന് ഒരു കൃത്യമായ മറുപടിയും
ഇതുപോലെ കിട്ടിയിട്ടില്ല. അതുപോലെ സാധാരണ ആ ജെട്ടി ബോട്ടിംഗ് സർവീസ് നിന്നിട്ട് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് നിന്ന് പോയതാണ്, പിന്നെ തുടർന്ന് വന്നിട്ടില്ല. പക്ഷെ അത് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ, അതായത് പെട്ടെന്ന് വയറ്റിലെത്താനും കാക്കനാട് എത്താനും വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇപ്പൊ അത് എന്താണത് സർവീസ് നിർത്തിവെച്ചേക്കണതെന്ന് കോവിഡിന്റെ സമയത്ത് നിർത്തിയതാണെന്ന് പറയുന്നു. പക്ഷെ അതിനുശേഷം തുടർന്നു ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല. അധികൃതർ അതിന് തരുന്നൊരു മറുപടി എന്താണ്? നിങ്ങൾ ഈ ഒരു കാര്യം ഉന്നയിച്ചത് അതിന് അവർ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് സർവീസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പാസഞ്ചേഴ്സ് ഇല്ല എന്നുള്ളൊരു ചെറിയ മറുപടിയാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് ഇതൊരു സർവീസ് പുനരാരംഭിക്കും. ഈ വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ അതിന്റെ ജെട്ടിക്ക് പ്രത്യേകതയുണ്ട്. അതിന്റെ ജെട്ടി ഫ്ലോട്ടിംഗ് ജെട്ടിയാണ്. അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഈ വെള്ളത്തിനനുസരിച്ചിട്ട് പൊങ്ങിയും താഴെ ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ജെട്ടിയാണ്. അതിപ്പോ എല്ലായിടവും നിർമ്മിക്കാൻ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷെ അത് ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഈ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണാം, കൺമുന്നിലൂടെയാണ് ഇവർക്കുടെ മുന്നിൽ കൂടിയാണ് വാട്ടർ മെട്രോ സർവീസ് നടത്തുന്നത്. പക്ഷേ അത് ഒരു സ്റ്റോപ്പ് അനുവദിക്കാത്തത് വലിയൊരു വിഷമത്തോടെയാണ് ഇവർ നോക്കിക്കാണുന്നത്. കാരണം ഇത് ഗുണപ്പെടുന്ന, ഉപകാരപ്പെടുന്ന നിരവധി കുടുംബങ്ങൾ, നിരവധി ആളുകൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ജോലിക്ക് പോകുന്നവർക്ക് കൃത്യമായി പോകാൻ ഈ ബ്ലോക്കുകളൊക്കെ താണ്ടി വലിയ രീതിയിലുള്ള ഒരു സൗകര്യത്തോടു കൂടി പോകാൻ പറ്റുന്ന ഒരു വാട്ടർ മെട്രോ സർവീസാണ്. പക്ഷേ അത് ഇവിടേക്ക് സ്റ്റോപ്പ് ഇല്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയാണ് ഇവർ ഓരോ ദിവസവും ഇതിനെ കാണുന്നത്. മെട്രോയ്ക്കായിക്കോട്ടെ ഇത് വലിയ രീതിയിൽ വരുമാനം കൂടി ലഭിക്കുന്ന ഒരു പദ്ധതിയാണ്. കാരണം എന്തായാലും ആളുകൾ ഇതിലേക്ക് എല്ലാ ദിവസവും ഇവിടെ കൂടി പോകാൻ, സർവീസിൽ കയറാൻ ആളുകളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ മെട്രോ സർവീസും പോലും, വാട്ടർ മെട്രോ സർവീസ് പോലും ഇവർക്ക് അനുവദിക്കാത്തതെന്ന് ഇപ്പോഴും ഈ നാട്ടുകാർക്ക് അറിയില്ല. കുടിവെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളാണ് ഇപ്പോഴുമുള്ളത്. ശുദ്ധജലം ലഭിക്കുന്നതിനു വേണ്ടി ദിവസങ്ങളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. ചേട്ടാ, കുടിവെള്ളം പോലും നിങ്ങൾക്ക് നിഷേധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ തെക്കേറ്റമായ 19 വാർഡിന്റെ ഈ സ്ഥലത്ത് ശരിക്കും മുനിസിപ്പാലിറ്റി ആകട്ടെ, ഗവൺമെന്റിന്റെ തലത്തിൽ നിന്നാകട്ടെ കടുത്ത അവഗണനയാണ് നേരിടുന്നത്. കുടിവെള്ളമില്ല. ഇവിടെ നിന്ന് 20-25 അടി ഉയരത്തിലാണ് ആ മല നിൽക്കുന്നത്. ആ മലയിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശമാണിത്. പക്ഷെ ഇവിടെ വെള്ളം കിട്ടുന്നില്ല. ആ മലയുടെ മുകളിലുള്ള പലർക്കും അവരുടെ ടാങ്കിന്റെ ഉയരത്തിൽ വരെ വെള്ളം കിട്ടുന്നുണ്ട്. അപ്പൊ ഇങ്ങോട്ട് മനഃപൂർവ്വം ഈ വെള്ളം തടസ്സപ്പെട്ട് നിൽക്കുന്ന എന്താണെന്ന് പരിശോധിക്കാൻ വാട്ടർ അതോറിറ്റിയും ഇവിടുത്തെ ബന്ധപ്പെട്ട മുനിസിപ്പാലിറ്റി അധികൃതരും ശ്രദ്ധിക്കുന്നില്ല. കുടിവെള്ളം വലിയൊരു പ്രശ്നമാണ്. കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ്. ശുദ്ധമായിട്ടുള്ളൊരു കുടിവെള്ളം പോലും കിട്ടുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ, അതോ 2 ദിവസം കൂടുമ്പോഴാണോ? 5 ദിവസം കഴിഞ്ഞ് 6-ാം ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് വെള്ളം വന്നത്. 5 ദിവസം കഴിഞ്ഞിട്ട് 5-ാം ദിവസം രാവിലെ 10 മണിക്ക് അവിടുന്ന് വെള്ളം വിടൂന്ന് പറയുന്നുണ്ട് മുനിസിപ്പാലിറ്റി. ആ വെള്ളം ഞങ്ങൾക്ക് വന്നത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇപ്പൊ നവംബർ മാസത്തിൽ വെള്ളം കിട്ടിയതാ. പിന്നെ ഇത്രയും മാസമായിട്ട് ഇന്ന് വരെ ഒറ്റ വീട്ടുകാർക്കും വെള്ളം വന്നിട്ടില്ല. ഈ തെക്കേ അറ്റത്ത് കുറെ വീട്ടുകാരുണ്ട്. ഞങ്ങൾ ഈ പുഴയിൽ വന്ന് അലക്കി കുളിക്കണേ. ഈ വീട്ടിലുള്ള ഇവരാണ് ഈ അറ്റത്തെ വീട്ടില്. അവർക്ക് ആദ്യം വെള്ളം പണ്ട് ഞമ്മ ഒരു 3-4-5-6 വർഷത്തിന് മുൻപ് ഇതുപോലെ വെള്ളം വരില്ലായിരുന്നു. വെള്ളം വരാതിരുന്ന് ഞങ്ങൾ സമരം ചെയ്തും ബഹളം വെച്ചും വഴക്ക് കൂടിയും സാറുമാര് വന്നപ്പോൾ പിടിച്ചു വരെ നിർത്തി. എന്നിട്ട് കേസും പ്രശ്നമാവൂന്ന് പറഞ്ഞ് അവര് വന്ന് ഞങ്ങൾക്ക് എങ്ങനെയോ വെള്ളം തന്ന ആ വെള്ളം ഈ ഒരു 5-8 വർഷമായി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടിക്കൊണ്ടിരുന്ന ആ വെള്ളമാണ് പെട്ടെന്നൊരു ദിവസം അതെങ്ങനെ പെട്ടെന്ന് നിന്നു പോണത്. ആ നവംബറിൽ വേനൽക്കാലം വന്നാൽ ഞങ്ങൾക്ക് വെള്ളമില്ല. അലക്കൽ ഈ ചീത്ത വെള്ളമാണ്. ഇപ്പൊ മഴവെള്ളം വന്ന് എന്തെല്ലാം വന്ന് ഈ പുഴയിൽ എന്തെല്ലാം കാലി ചൊറിച്ചില്ല, എന്നിട്ട് മാന്തലും പൊട്ടലുവാ. ആരോടെ പറയണേ, ഞങ്ങൾ വാട്ടർ അതോറിറ്റിയിൽ നടന്ന് വിഷമിച്ച് ഞങ്ങള്. മെമ്പറൊക്കെ ഉണ്ട്, എന്നും വിളിക്കും മെമ്പറ, ഒരു രക്ഷയില്ല. ഇന്നലെ വരൂന്ന്, ഇന്ന് ആർക്കും വന്നിട്ട് ഈ വശത്തേക്ക് വെള്ളം വന്നിട്ടില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ റോഡിലൊരു ഇച്ചിരി അരികത്താണ് പൈപ്പ്, അവർക്കൊക്കെ കിട്ടിക്കൊണ്ട് ഇപ്പൊ 2 പ്രാവശ്യമായിട്ട് അവർക്കും വെള്ളം വന്നില്ല. എന്തായാലും വെള്ളമില്ല, വെള്ളമേ ഇല്ല. ഇവർക്കൊക്കെ പൈപ്പിൽ വെള്ളം വന്ന ആദ്യം വെള്ളം വന്ന വീടായിരുന്നു. ഇത്രയും കാലമായിട്ട് ഇവരുടെ വീട്ടിലേക്ക് വെള്ളേ വന്നില്ല. അപ്പൊ ഫോഴ്സ് ഇല്ല, നന്നായി ഫോഴ്സിൽ വന്നാൽ മാത്രം ഞങ്ങൾക്ക് വെള്ളം വരും. ഇങ്ങനെ അറ്റത്തേക്ക് എത്തണ്ടേ, അതുകൊണ്ടാണ് വെള്ളം വരാത്തത്. എന്തായാലും നവംബർ മുതൽ വെള്ളമില്ല, ഇത്രയും നാളായി.
മാസങ്ങളായി കുടിവെള്ളം പോലും കിട്ടാത്ത കുടുംബങ്ങളാണ്. പൈസ കൊടുത്ത് കുടിക്കാൻ വെള്ളം മേടിക്കേണ്ട അവസ്ഥയാണ്. നമുക്ക് പിന്നീട് ഇവരെ അലക്കുന്നതിനും മറ്റു കാര്യങ്ങളിലൊക്കെ ഈ കായൽ തീരത്താണ് വരുന്നത്. അതും ശുദ്ധമായിട്ടുള്ള ജലമല്ല എന്ന് നമുക്കറിയാം. അങ്ങനെ വലിയ രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന ഒരു കൂട്ടം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്. ഈ പൈസ കൊടുത്ത് വെള്ളം വാങ്ങുക എന്നുള്ളത് അത് ദീർഘമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അത് നടപടിയാകുന്ന കാര്യമല്ല. തുച്ഛമായിട്ടുള്ള തുകയ്ക്ക് വരുമാനമുള്ള കുടുംബങ്ങളാണ് പലപ്പോഴും. വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ടല്ലേ അനുഭവിക്കുന്നത്? അതെ അതെ. ഇപ്പൊ 7 മാസമായി ഞങ്ങൾക്ക് വെള്ളം വന്നിട്ട്. നിങ്ങൾ ഓരോ കുടുംബത്തും ഒരു 5-6 പേരുണ്ടെങ്കിൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ ഓരോ ടാങ്ക് വെള്ളം കുടിക്കണം. 400 രൂപയാണ് ഒരു ടാങ്കിന്. ഈ കഴിവില്ലാത്തവർ എന്ത് ചെയ്യും? വെള്ളം അടിക്കാൻ തുടങ്ങിയിട്ട് 400 രൂപ കൊടുത്താണ് വെള്ളം 4 ദിവസം കൂടുമ്പോ അടിക്കണത്. കുടിക്കാൻ പോലും കിട്ടണില്ലപ്പം. അവര് വിളിച്ചാലും മറുപടി എടുക്കൂല. നമ്മൾ വിളിക്കും എന്നിട്ട് ഇപ്പൊ ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്തോ കേസൊക്കെ കൊടുത്തിട്ടുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ. പക്ഷെ അതൊക്കെ കൊടുത്തത് കൊണ്ടില്ലേ ഇപ്പൊ വെറുതെ ഒന്ന് നോക്കാൻ വരും. വരുമ്പോ എന്ത് ചെയ്യുന്നു, അവര് വെള്ളം വിട്ടിട്ട് വരും. ഈ കഴിഞ്ഞ ആഴ്ച നോക്കാൻ വന്നു വെള്ളം അവര് വരുമ്പില്ലേ ടാങ്കൊക്കെ ഒന്ന് തുറന്നു നോക്കെന്ന് പറയും. തുറന്നു നോക്കുമ്പോല്ലേ നൂല് പോലെ വെള്ളം വീഴണം. അപ്പൊ നമ്മളാരായി? എന്നിട്ട് അവരിവിടെ നിന്ന് വണ്ടി കയറുമ്പോ ആ വെള്ളം നിന്ന്. നിരന്തരമായിട്ടുള്ള അവഗണനയാണ് ഇത്. ഒരു കുടുംബത്തിന്റെയോ 2 കുടുംബത്തിന്റെയോ അവസ്ഥയല്ല. തുതിയൂരിലെ എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനൊരു പരിഹാരം എന്താണെന്ന് ഇവർക്ക് ഇപ്പോഴും അറിയില്ല. കയറി ഇറങ്ങാത്ത ഓഫീസുകളില്ല. നിരന്തരം അധികൃതരെ വിളിക്കുന്നുണ്ട്, ഫോൺ സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പലപ്പോഴും ഇവരോട് പരിഹസിക്കുന്ന രീതിയിൽ ഇവിടെ വെള്ളം ലഭിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഇവിടെ വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ വെള്ളമുണ്ടല്ലോ എന്ന് പറയുന്നു. അങ്ങനെ ഈ നാട്ടുകാരെ, ഒരു കൂട്ടം ജനങ്ങളെ പറ്റിക്കുന്ന ഒരു നിലപാടാണ് ഈ നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എത്രയും വേഗം ഇവരുടെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ഇവരുടെയും ആവശ്യം. സഞ്ചാരയോഗ്യമായ നല്ലൊരു പാലമില്ല, കുടിക്കാൻ ശുദ്ധജലമില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഈ തുതിയൂർ നിവാസികൾ അനുഭവിക്കുന്നത്. ഇനിയെങ്കിലും അധികൃതർ ഇവരുടെ പ്രശ്നങ്ങൾ കേട്ട് ഇവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തണം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നമസ്കാരം.